ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടുള്ള വരുന്നൊരു ടോപ്പിക്കാണ് കാരോ 2020. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിനകത്തോട്ട് നിർബന്ധമായിട്ടും ഷുവറായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാരോൻ്റെ സൈഡിൽ നിന്ന്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 15 മാർക്സ് അല്ലെങ്കിൽ 10 to 12 മാർക്സ് നമുക്ക് കാരോകത്ത് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ഈസ് മീൻ ബൈ കാരോ, ഇതെന്താണ് കാരോ എന്ന് പറഞ്ഞാൽ, ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ ആവുക, ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കാരോ. നമുക്കറിയാം ഒരു കമ്പനിയിലെ ഓഡിറ്റേഴ്സിന് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരുപാട് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് സെക്ഷൻ 143 അകത്ത് പറയുന്നത്. 143 സബ്സെക്ഷൻ 1 മുതൽ 143 സബ്സെക്ഷൻ 15 വരെ ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിനു പുറമെ അഡീഷണൽ ആയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട റിക്വയർമെന്റ് ആണെന്ന് കാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാർ ഒന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് പറയാൻ വേണ്ടി പോവാം. ഓക്കെ, ഇനി ഒരു ഓഡിറ്ററുടെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ഇരുന്നുകൊണ്ട് ഒരു ഓഡിറ്റർ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ എന്താണ് കാരോ, എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക, അതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നോക്കണം, ഞാനൊരു ജസ്റ്റ് ഒരു പ്രൊസീജിയർ പറയാൻ വേണ്ടി പോവാണ്. ആ പ്രൊസീജിയർ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് കാരോ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണത് വിചാരിക്കാം. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാവും? നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അല്ലേ, ഒരുപാട് എന്തുണ്ടാവും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. ഇതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയുടെ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ എന്താണ് ഇഷ്യൂ ചെയ്യുക? ആ കമ്പനിയുടെ മാനേജ്മെന്റിന് എന്ത് ഇഷ്യൂ ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം, ആ മാനേജ്മെന്റിന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ശരിയല്ലേ? ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. എന്ത് പ്രകാരം? SA 700 പ്രകാരം ഓഡിറ്റർ മാനേജ്മെന്റിന് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും? ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ ആണോ? ഇനി ഞാൻ പറയട്ടെ, ഒരു കമ്പനി ഓഡിറ്റ് നടത്തിയതിനു ശേഷം ചുമ്മാ അങ്ങ് വെറുതെ പോയാൽ പോലെ അല്ലേ? ഈ ഓഡിറ്റ് ഒക്കെ പ്രോപ്പർ ആണോ? ഈ ഓഡിറ്റ് നടത്തിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ? അല്ലെ, ഇത് ട്രൂ ആൻഡ് ഫെയർ ആണോ? ഇത് ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓഡിറ്റർ ആ കമ്പനിയുടെ ഹോൾഡേഴ്സിന് എന്ത് ഇഷ്യൂ ചെയ്യണത്? ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണത് ആസ് പെർ SA 700 പ്രകാരം. അപ്പോൾ IC നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓഡിറ്റ് നടത്തിയതിനു ശേഷം വെറുതെ ഇങ്ങ് പോന്നാൽ പോരാ, ആ ഓഡിറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ഇഷ്യൂ ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ആ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യണത്? നിങ്ങൾക്ക് തോന്നിയ പോലെ ഇഷ്യൂ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ആ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ആ ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു ഫോർമാറ്റ് ആറ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആസ് പെർ SA 700 പ്രകാരം നമുക്കൊരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിനകത്ത് നമുക്ക് ഒരുപാട് എലമെന്റ്സുകൾ പഠിക്കാറുണ്ട് അല്ലെ? എത്ര എലമെന്റ്സ് പഠിക്കാറുണ്ട്? അത് എത്ര ടൈറ്റിൽ ആയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്? എത്ര എലമെന്റുകൾ ഉണ്ട്? അതായത് 1 to 14 എലമെന്റുകളാണ് എവിടെ ഉള്ളത്? നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് പഠിക്കാനുള്ളത് അല്ലെ? അതിൽ ഫസ്റ്റ് എലമെന്റ് ടൈറ്റിൽ ആണ്, പിന്നെ അഡ്രസ് ഉണ്ട്, അതുപോലെ ഒപ്പീനിയൻ പാരഗ്രാഫ് വരുന്നുണ്ട്, അതുപോലെ ബേസിസ് ഫോർ ഒപ്പീനിയൻ വരുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെ കീ ഓഡിറ്റ് മാറ്റേഴ്സ് വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ് ഉണ്ട്, അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, ലൊക്കേഷൻ, ഡേറ്റ്, സിഗ്നേച്ചർ, ഇങ്ങനെ കുറേ എന്ത് വരുന്നുണ്ട്? എലമെന്റ്സ്. അങ്ങനെ ടോട്ടൽ നമുക്ക് പഠിക്കാനുണ്ട് 14 എലമെന്റ്സുകൾ അതിനകത്ത് പഠിക്കാറുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അണ്ടർ എലമെന്റ് 14 എലമെന്റ്സ് നമുക്ക് പഠിക്കാറുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? SA 700 അത് നിങ്ങൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോവാണ്. ഈ 14 എലമെന്റിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു 11ാമത്തെ എലമെന്റ് അല്ലെ? 11ാമത്തെ എലമെന്റ് എന്താണ്? ഇതിനകത്ത് വരുന്ന 11th എലമെന്റ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അല്ലെ? എന്താ അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി? മറ്റു റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, അതാണ് അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ 11ാമത്തെ എലമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ത് ഈ പറയപ്പെടുന്ന കാരോ. അതായത് 11ാമത്തെ എലമെന്റിനകത്ത് പറയുന്നുണ്ട് എന്താ? ഓഡിറ്റർ എന്ത് ചെയ്യും? അതർ റിപ്പോർട്ടിംഗ്, വേറെ റിപ്പോർട്ടിംഗ് പരമായ ലീഗലി റെഗുലേറ്ററി എന്തെങ്കിലും റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അവിടെ പറയുന്നുണ്ട് 11ാമത്തെ എലമെന്റിനകത്ത് പറയുന്നുണ്ട്. അത് പ്രകാരമാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറയപ്പെടുന്ന കാരോ. സോ കാരോ ഈസ് എൻ അഡീഷണൽ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം? കാരോ ഒരു അഡീഷണൽ റിപ്പോർട്ടിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോണേ. സെക്ഷൻ 143 അല്ലെ? ഓഡിറ്ററി കമ്പനീസ് ആക്ട് പ്രകാരം ശരിക്കും നോക്കട്ടോ. ഓഡിറ്ററി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഡിറ്ററി കമ്പനീസ് ആക്ട് അല്ലെ? കമ്പനീസ് ആക്ട് 2013 പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ കുറിച്ച് റിപ്പോർട്ടിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 143 ആണ് അത് പറയുന്നത് അല്ലെ? സെക്ഷൻ 143 സബ്സെക്ഷൻ 1 മുതൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 15 വരെ നമുക്ക് അതിനകത്ത് ഒരുപാട് പറയാനുണ്ട് അല്ലെ? ഇതൊക്കെ ഓഡിറ്റഡ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 എന്താ? നമ്മൾ പറഞ്ഞു ഇൻക്വയറി ടു സർട്ടൻ മാറ്റേഴ്സ്. ഓഡിറ്റർ എന്തായാലും ഡ്യൂട്ടി ടു ഓഡിറ്റർ ടു ഇൻക്വയറി ടു സർട്ടൻ മാറ്റേഴ്സ്. ചില കാര്യങ്ങളെ കുറിച്ച് എന്ത്
ചെയ്യണം, ഒന്ന് അന്വേഷിക്കണം, എൻക്വയറി ആണെന്ന് നമ്മൾ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഓഡിറ്റർക്ക് എന്തുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 പ്രകാരമാണ് ഓഡിറ്റർ എന്ത് ചെയ്യണം, കാരോ ഇഷ്യൂ ചെയ്യണമെന്ന് പറയാം, അല്ലെ കാരോ. ഇതാണ് എന്ത് കാരോനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 11 അതാണ് എന്ത് കാരോ. ഇനി പറയാൻ വേണ്ടി പോണേ, നോർമലി ഒരു ഓഡിറ്റ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓണേഴ്സിന് എന്ത് ചെയ്യണം, നമുക്കറിയാം ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം, ശരിയല്ലേ? എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇനി ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം ഇഷ്യൂ ചെയ്താൽ മതിയോ? പോരാ. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പുറമെ അഡീഷണലി എന്തും കൂടി ചെയ്യണം, എന്ത് ചെയ്യണം, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പുറമെ അഡീഷണലി ഒരു റിപ്പോർട്ടിംഗ് കൂടി ആർക്ക് വരുന്നുണ്ട്, ഓഡിറ്റർക്ക് വരുന്നുണ്ട്. അതാണ് എന്ത് ഈ പറയപ്പെടുന്ന കാരോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കാരോനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, കാരോ ഇസ് എ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, അല്ലെ? കാരോ ഇസ് എ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് എന്ന് പറയാൻ കാരണം, നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് ഞാൻ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് എന്ന് പറയാൻ കാരണം, നോർമലി ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയപ്പെടുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറമെ അഡീഷണലി ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയപ്പെടുന്ന കാരോയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അഡീഷണലി, വിച്ച് മീൻസ് ഇൻ അഡീഷൻ ടു ദ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയപ്പെടുന്ന കാരോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണ് ഓഡിറ്ററുടെ സംബന്ധിച്ചിടത്തോളം. ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് പുറമെ, അല്ലെ, ഈ പറയപ്പെടുന്ന ഒരു അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണെന്ത് ഈ പറയപ്പെടുന്ന കാരോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ കാരോന്റെ റിപ്പോർട്ട് റിക്വയർമെന്റ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോണേ, ഇനി എന്താണ് കാരോ ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ഞാൻ പറയുന്നു. അപ്പൊ നോർമലി ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു കമ്പനി ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് ആരാണ് പറഞ്ഞത്, പറ. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് ആരാണ് പറഞ്ഞത്? ഈ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ട് വരണം എന്നുള്ളത് ആരാ പറഞ്ഞത്? നമുക്കറിയാം, ഇത് ICA ആണ് നമുക്ക് പറഞ്ഞു, ശരിയല്ലേ? ICA എന്ന് പറഞ്ഞത് എന്താ, നീ ഒരു കമ്പനി ഓഡിറ്റ് നടത്തിയതിനു ശേഷം എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം. എന്ത് പ്രകാരം ചെയ്യണം, SA 700 പ്രകാരം നീ എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്കൊരു ഫോർമാറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാണ്, ഓഡിറ്ററോട് പറയാണ്, ഇതിന് പുറമെ ഇൻ അഡീഷൻ ടു നീ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടിംഗ് കൂടി ചെയ്യണം, അല്ലെ? ആ കമ്പനി ഓഡിറ്റ് ചെയ്ത ആ ഒരു ബേസിൽ നീ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടിംഗ് കൂടി നീ ചെയ്യണം. എന്താണ് റിപ്പോർട്ടിംഗ്? അതാണ് കാരോ റിപ്പോർട്ടിംഗ്, കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിംഗ് ഓർഡർ കാരോ 2020. ഇത് പുതിയ വന്നതാണ് 2020 എന്നുള്ളത്. ഓക്കെ ആണോ? ഇനി എന്താണ് സാറേ ഈ കാരോ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്? നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ നീ നോർമലി എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഓക്കെ, അതിന് പുറമെ നീ എന്ത് ചെയ്യണം, കാരോ റിപ്പോർട്ടിംഗ് ചെയ്യണം. ഇനി പറയാണ്, ഇത് ആരാണ് ഇഷ്യൂ, ഇത് ICA ആണോ, അല്ല, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഇത് ഗവൺമെന്റ് റിപ്പോർട്ടിംഗ് സൈഡാണ്. ഓക്കെ ആണോ? ഇത് ICA റിപ്പോർട്ടിംഗ് അല്ല, ഇത് ഗവൺമെന്റ് റിപ്പോർട്ടിംഗ്, സെൻട്രൽ, വിച്ച് മീൻസ് വാട്ട്, MCA, അല്ല, സെൻട്രൽ ഗവൺമെന്റ് മീൻസ് MCA. അപ്പോൾ ഇത് MCA ആണ് ഇഷ്യൂ ചെയ്തത്. MCA ഓഡിറ്ററോട് പറയാണ്, നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി, നീ നോർമലി ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം. അതിന് പുറമെ നീ ഗവൺമെന്റിന് വേണ്ടി എന്തും കൂടി ചെയ്യണം, MCAക്ക് വേണ്ടിയിട്ട് ഒരു ഈ പറഞ്ഞ കാരോ റിപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ ഈ കാരോ റിപ്പോർട്ടിംഗ് പറഞ്ഞത് ആരാണ്? MCA ആണ്, അല്ലെ? MCA ആണ്, വിച്ച് മീൻസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കാരോ റിപ്പോർട്ടിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സാറേ കാരോ റിപ്പോർട്ടിനകത്ത് പറയുന്നത്? കാരോ റിപ്പോർട്ടിനകത്ത് ഒരു 21 ക്ലോസുകൾ പറയുന്നുണ്ട്. ഓക്കെ ആണോ? 21 ക്ലോസ് പറയുന്നുണ്ട്. അപ്പോൾ ആ 21 ക്ലോസിലും, ഫോർ എക്സാമ്പിൾ, ആ 21 ക്ലോസിലും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? ഇനി ഇതിനകത്ത് പറയുന്ന ഓരോരോ കാര്യങ്ങളും നീ ഓഡിറ്റ് ചെയ്യുന്ന ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, ഇതേ പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ 21 ക്ലോസുകളിൽ ഒന്നാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പ്ലാൻ എക്വിപ്മെന്റ്, അല്ലെ? നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ PPE, അല്ലെ? ആ PPE കുറിച്ച്, ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്ലോസ് ആണ് എന്ത്, PPE എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ക്ലോസ് എന്താണ്, ഇൻവെന്ററി ആണ്. Okay, second question എന്താണ് ഇൻവെന്ററി ആണ്. അപ്പോൾ ഈ PPE നെ കുറിച്ചിട്ട് കാരോക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ ഈ PPE നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പനിക്കകത്ത് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ ഇൻവെന്ററി ഇല്ല, ഈ കാരോ റിപ്പോർട്ടിനകത്ത് ഇൻവെന്ററിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇൻവെന്ററിയെ കുറിച്ച് പറയണത് ആ നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്കകത്ത് ഉണ്ടെങ്കിൽ നീ ഇതേപോലെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഒരു 21 ക്ലോസുകൾ പറയുന്നുണ്ട്. ആ 21 ക്ലോസിലും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ആ കമ്പനിക്കകത്ത് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്, അത് ഇതേപോലെ
എന്തായാലും നീ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നീ ആസ് എ ഓഡിറ്റർ നിൽക്കുന്ന നീ ആ കമ്പനിയിൽ PPE നോക്കുമ്പോൾ എന്തൊക്കെ കാര്യം ചെക്ക് ചെയ്യണം, അല്ല അവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയൊക്കെ നോക്കേണ്ടത്, അവിടെ ഈ കാര്യം അല്ലെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്, നീ ഇൻവെന്ററി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നീ എന്തൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം, എപ്പോഴൊക്കെ ചെക്ക് ചെയ്യണം, എന്തൊക്കെ കണ്ടന്റാണ് നീ ചെക്ക് ചെയ്യേണ്ടത്, ഇനി ഇൻ കേസ് അതില്ലെങ്കിൽ നീ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇത് ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ എവിടെ പറയുന്നുണ്ട്, ക്ലോസ് 20 അല്ല ഈ 21 ക്ലോസിനകത്തുള്ള ഇൻവെന്ററിന്റെ ക്ലോസിനുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാരോക്കകത്ത് ഒരുപാട് ക്ലോസുകൾ പറയുന്നുണ്ട്. ആ ക്ലോസിനുണ്ടിൽ കുറേ കാര്യം പറയുന്നുണ്ട്. ഇതേ പ്രകാരമാണ് നീ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്കകത്തുണ്ടെങ്കിൽ ഇതേ പ്രകാരം നീ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി പറയുന്നു ഓക്കെ ഇത് MCA സൈഡ്, ഇത് ഓഡിറ്റർക്ക് വേണ്ടിയിട്ടുള്ള MCA ഇറക്കി കൊടുത്ത റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഇനി പറയുന്നത് ഈ റിപ്പോർട്ട് റിക്വയർമെന്റ് ആർക്ക് ഇറക്കി കൊടുത്തതാണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ MCA ഓഡിറ്റർക്ക് വേണ്ടി ഇറക്കി കൊടുത്തതാണ്, മാനേജ്മെന്റിനല്ല ഓഡിറ്റർക്ക് വേണ്ടി ഇറക്കി കൊടുത്താണ് എന്ത് ഈ പറയപ്പെടുന്ന റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോകുന്നത് സാർ ഇത് എല്ലാ കമ്പനിയിലും ഞാൻ നോക്കണോ? ഒരിക്കലുമില്ല. ഇത് ചില കമ്പനിക്ക് മാത്രം നോക്കിയാൽ മതി. ഇതിനൊരു ആപ്ലിക്കബിലിറ്റി ഉണ്ട് അല്ലേ. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് മീൻസ് ഓഡിറ്റ് റിപ്പോർട്ട് നീ പ്രിപ്പയർ ചെയ്യുന്നതാണ് നീ ഓഡിറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനിക്കുമാണ്. നീ ഏതൊക്കെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതോ ആ കമ്പനി ഓഡിറ്റ് ചെയ്തതിനു ശേഷം നീ ആസ് പെർ SA 700 പ്രകാരം അല്ലെ ICAന്റെ SA 700 പ്രകാരം നീ എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു. അത് ഓഡിറ്റ് റിപ്പോർട്ട് അത് ICAന്റെ പ്രകാരം. ബട്ട് ഈ പറയപ്പെടുന്ന കാരോ റിപ്പോർട്ടിംഗ്, ഈ കാരോ റിപ്പോർട്ട് ഞാൻ എല്ലാ കമ്പനിക്കും ചെയ്യണം ഒരിക്കലും വേണ്ട. MCA പറയാണ് കാരോ റിപ്പോർട്ടിംഗ് ആസ് പെർ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 പ്രകാരം കാരോ റിപ്പോർട്ടിംഗ് ഒരു ആപ്ലിക്കബിലിറ്റി പറയുന്നുണ്ട് അല്ലെ. ഇന്ന ക്ലാസ് ഇത് താഴെ കുറെ കമ്പനികൾ പറയുന്നത് ഈ പറയപ്പെടുന്ന കമ്പനികൾക്ക് ഒന്നും എന്തില്ല, കാരോ റിപ്പോർട്ടിംഗ് ആപ്ലിക്കബിൾ അല്ല. സോ നോട്ട് ആപ്ലിക്കബിലിറ്റി കറക്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നീ ഓഡിറ്റ് ചെയ്യുന്ന ഈ താഴെ പറയുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ആപ്ലിക്കബിൾ അല്ല, കാരോ റിപ്പോർട്ടിംഗ് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ അതിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ കമ്പനിക്ക് കാരോ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം ആപ്ലിക്കബിലിറ്റി, നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും കാരോ. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകണം ഇനി എന്താണ്, ഇനി ഞാൻ കാരോനെ കുറിച്ചൊരു ബ്രീഫ് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ എന്താ കാരോ എന്ന് പറഞ്ഞാൽ, പറ എന്താണ് കാരോ? ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കാരോ മീൻസ് വാട്ട്? കാരോ മീൻസ് കാരോ 2020 143 സബ്സെക്ഷൻ 11 കാരോനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് കാരോക്കകത്ത് 4 പാർട്ട് ഉണ്ട് അല്ലേ, സോറി 4 പേര. കാരോക്ക് 4 പേരുണ്ട്. എന്താണ് പേര നമ്പർ 1 2 3 4, പാര 1 2 3 4. ഇനി എന്താണ് പാര 1? പാര 1 പറയുന്നത് ഈ കാരോ റിപ്പോർട്ടിംഗ് ആർക്കാണ് അപ്ലിക്കബിൾ, അതാണ് പാര 1 അപ്ലിക്കബിലിറ്റി ആണ് ഇവിടെ പറഞ്ഞത്. പാര 1 പറയുന്നത് അല്ലെ. ഈ താഴെ ഇത് ഏതൊക്കെ കമ്പനിക്കാണ് അപ്ലിക്കബിൾ ആവുക, ഇത് ഏതൊക്കെ കമ്പനിക്ക് അപ്ലിക്കബിൾ ആവില്ല എന്നാണ് പാര 1 പറയുന്നത്. ഓക്കെ, ഇനി പറഞ്ഞ പാര 2 എന്താണ് പറയുന്നത്? പാര 2 റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 143. ഇത് സെക്ഷൻ 143 പ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ. കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 143 സബ്സെക്ഷൻ 11 പ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? പാര 2 പറയണം. സോ പാര 2 എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താ കാരോ റിപ്പോർട്ടിംഗ് ഈസ് അണ്ടർ സെക്ഷൻ 143. ഓക്കെ ആണോ? ഇനി പാര 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതിനകത്ത് ഒരു 21 ക്ലോസ് പറയാനുണ്ട്, ക്ലോസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഈ 21 ക്ലോസുകളിലുമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ 21 ക്ലോസിൽ ആ പറഞ്ഞ പ്രകാരം ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ആ 21 ക്ലോസ് പറയാനുണ്ട്. ഈ 21 ക്ലോസ് ആണ് നമുക്ക് റിപ്പോർട്ടിംഗ്. അപ്പൊ കാരോ എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വരേണ്ടത് ഈ 21 ക്ലോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ ആണോ? ഇനി പാര 4 എന്താ? ഇറ്റ്സ് എ റീസൺ. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് എനി നെഗറ്റിവിറ്റി ഇൻ എബോ റിപ്പോർട്ട് റിക്വയർമെന്റ്. ഇതിപ്പോൾ നമ്മളിവിടെ പാര 3 പറഞ്ഞില്ലേ, പാര 3 റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ നെഗറ്റീവിന്റെ റീസൺ നമ്മൾ അവിടെ കൊടുക്കണം, പാര 4 കൊടുക്കണം. ഓക്കെ ആണോ? ഇഫ് ദർ ഇസ് എനി നെഗറ്റിവിറ്റി ഇൻ ദ എബോ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, റിപ്പോർട്ടിംഗ് റിക്വയർമെന്റിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി നമ്മൾ എവിടെ ഇഷ്യൂ ചെയ്യണം? ഈ പറയപ്പെടുന്ന പാര 4 നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആസ് പെർ ദ പാര 3 അല്ലെ, ആസ് പെർ ദ പാര 3. ഇനി അപ്ലിക്കബിലിറ്റി എഴുതി കൊടുക്കുമ്പോഴോ ആസ് പെർ ദ പാര 1 അല്ലെ, ആസ് പെർ ദ പാര 1. ഓക്കെ ആണോ? ഇനി റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ആസ് പെർ പാര 2 റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇനി ഇതിനകത്ത് എക്സാമിന് ഇമ്പോർട്ടൻസ് ഏതാ? എക്സാമിന് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അപ്ലിക്കബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്ലിക്കബിലിറ്റി അവർ എക്സാം നന്നാക്കി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്ലിക്കബിലിറ്റി അവർ കേസ് ലെവൽ ക്വസ്റ്റൻ ആക്കി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പാര 3 റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, ഇത് രണ്ടുമാണ് എക്സാമിന് അവർ നോർമലി ചോദിക്കാറുള്ളത്. പാര 1 അപ്ലിക്കബിലിറ്റിയും പാര 3 റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണ് നോർമലി എക്സാമിന് അവർ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 21 ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 21 ക്ലോസിൽ ഏതെങ്കിലും 1-2 ക്ലോസ് അവർ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന് 6 മാർക്കിനും ഒന്ന് 4 മാർക്കിനും, മൊത്തം 10 മാർക്കിന്. ഇനി 2 മാർക്കിന് ഒരു MCക്ക് മേ ബി ഉണ്ടാവും, മൊത്തം 12 മാർക്കിന്. അതാ പറഞ്ഞത് 6 മാർക്കിന്റെയും അതുപോലെ 4 മാർക്കിന്റെയും 2 ക്വസ്റ്റ്യൻ നോർമലി അവർ ചോദിക്കാറുണ്ട്. ചില അറ്റംപ്റ്റുകൾ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും, ബാക്കി 2 ക്വസ്റ്റൻ അവരുണ്ടാവും. ചിലപ്പോൾ MCക്ക് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റൻ മാത്രം 6. ഡിപ്പെൻസ് അപ്പോൺ എക്സാം. ഓക്കെ ആണോ? മിനിമം 6 മാർക്ക്. മിനിമം ഞാൻ 2 ക്വസ്റ്റൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഒരു 6 മാർക്കിന്റെയും ഒരു 4 മാർക്കിന്റെയും ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ.
അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ. ഈ എക്സാം ഞാൻ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഓഡിറ്ററാണ്. ഓഡിറ്റർ എന്ത് ചെയ്യും, ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും അണ്ടർ SA 700 പ്രകാരം അല്ലേ. അതിൻ്റെ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണ് എന്ത്, ക്യാരോ. നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അഡീഷണൽ എന്ന് പറയാൻ കാരണം ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് 11ാമത്തെ എലമെന്റ് എന്താ, 11ാമത്തെ എലമെന്റ് 11ാമത്തെ എലമെന്റ് ആണത് അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്, ഈ പറയപ്പെടുന്ന ക്യാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇത് പറയുകയാണ് ഓഡിറ്റർ ഹാസ് റെസ്പോൺസിബിലിറ്റി, റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി അണ്ടർ കമ്പനീസ് ആക്ട് 2013. ഓഡിറ്റർക്ക് എന്തുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം 143 സബ്സെക്ഷൻ 1 മുതൽ 143 സബ്സെക്ഷൻ 15 വരെ എന്തുണ്ട്, റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ 143 സബ്സെക്ഷൻ 11 ആണ് എന്ത്, ഈ പറയപ്പെടുന്ന ക്യാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി പറയാണ് ഈ ക്യാരോ ആർക്ക് അപ്ലിക്കബിൾ ആവില്ല, ദിസ് ഓർഡർ ഷാൽ നോട്ട് അപ്ലൈ ടു. ഈ ക്യാരോ എന്ന് പറഞ്ഞ ഈ ഓർഡർ ആർക്ക് അപ്ലിക്കബിൾ ആവില്ല, ഷാൽ നോട്ട് അപ്ലൈ ടു ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ CFS. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താ അപ്ലിക്കബിൾ ആവില്ല, ഈ പറയപ്പെടുന്ന ക്യാരോ അപ്ലിക്കബിൾ ആവില്ല എക്സെപ്റ്റ് ദ ക്ലോസ് നമ്പർ 21. അപ്പോൾ ക്ലോസ് നമ്പർ 21 ഒഴിച്ച് അല്ലെ, ക്ലോസ് നമ്പർ 21 മാത്രം എന്തിന് അപ്ലിക്കബിൾ ആവുള്ളൂ, ഈ പറയപ്പെടുന്ന CFSന് അപ്ലിക്കബിൾ ആവുള്ളൂ അല്ലെ. അപ്പോൾ മറ്റുള്ളൊരു ക്ലോസ് എന്തിന് അപ്ലിക്കബിൾ ആവില്ല, ഈ പറയപ്പെടുന്ന CFSന് അപ്ലിക്കബിൾ ആവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് എന്ത് അപ്ലിക്കബിൾ ആവില്ല, ക്യാരോ അപ്ലിക്കബിൾ ആവില്ല എക്സെപ്റ്റ് ദ ക്ലോസ് നമ്പർ 21. ഓക്കെ, എക്സെപ്റ്റ് ദ ക്ലോസ് നമ്പർ 21. ഓക്കെ, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് A എന്ന് പറഞ്ഞ എന്താണ് സബ്സിഡറി ഉണ്ട്, B ഉണ്ട്, B സബ്സിഡറി ആണ്, C ഉണ്ട് സബ്സിഡറി ആണ്, D ഉണ്ട്, D സബ്സിഡറി ആണ് അല്ലേ. ഇനി ഈ കമ്പനിൻ്റെയൊക്കെ ഗ്രൂപ്പാണ് എന്ത്, ABCD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു എന്താ കൺസോൾട്ടേഷൻ അല്ലെ, CFS ആണ്, കൺസോൾട്ടേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ കൺസോൾട്ടേഷൻ ഈ പറഞ്ഞ A സബ്സിഡറി അല്ലേ, ഈ സബ്സിഡറിക്ക് അല്ലേ ഈ 20 ക്ലോസ് അപ്ലിക്കബിൾ ആവും, ഇവിടെ 20 ക്ലോസ് അപ്ലിക്കബിൾ ആവും, ഇവിടെയും 20 ക്ലോസ് അപ്ലിക്കബിൾ ആവും, ഇവിടെ എന്ത് ചെയ്യും 20 ക്ലോസുകൾ എന്ത് ചെയ്യും അപ്ലിക്കബിൾ ആവും അല്ലേ. ഇനി ഇവിടെ ഈ കൺസോൾട്ടേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ കമ്പനിക്ക് ലാസ്റ്റ് 21 ക്ലോസ് മാത്രം അല്ലേ, ഇവിടെ എന്താ ഒറ്റ ക്ലോസ് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ആ ക്ലോസ് ഏതാണ്, 21st ക്ലോസ് അല്ലേ. 21st ക്ലോസ് മാത്രമേ ആർക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ, ഈ പറയപ്പെടുന്ന കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് അപ്ലിക്കബിൾ ആവുള്ളൂ. ഒന്നുമില്ല, ഇവിടെ എന്താണോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നേരെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഈ 21st ക്ലോസ് മീൻസ് വാട്ട്, ഒന്നുമില്ല, ഇവിടുത്തെ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഇവിടുത്തെ റിപ്പോർട്ടിംഗ് എന്താണോ അത് നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത് മാത്രമാണ് എന്തുള്ളത് ഈ CFSൽ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അത് അവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ പറയാൻ വേണ്ടി പോണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഡീറ്റെയിൽ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കാൻ വേണ്ടി പോകണം. വാട്ട് ഈസ് മീൻ ബൈ ക്യാരോ അല്ല. ക്യാരോ ഞാൻ എന്താ പറഞ്ഞത്, ക്യാരോ മീൻസ് റിപ്പോർട്ടിംഗ്. ഉണ്ടോ, ഈ ക്യാരോന്റെ പേര് നോക്കിയടാ, പേര് നോക്കിയേ, റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് കമ്പനീസ് അല്ലെ. റിപ്പോർട്ട് റിക്വയർമെന്റ് ഓഫ് ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് റിക്വയർമെന്റ് ആണ് എന്തിന്, കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിംഗ് ഓർഡർ 2020. ഓക്കെ, അപ്പോൾ പറയാണ് കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതാണ് ക്യാരോ മീൻസ് കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ 2020 അല്ലെ. ഇസ് എൻ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. എന്താ അങ്ങനെ പറയാൻ കാരണം, ഇസ് എൻ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. ഇതൊരു അഡീഷണൽ റിപ്പോർട്ടിംഗ് ആണ്. നോർമൽ റിപ്പോർട്ടിംഗ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യും, അതിന്റെ അഡീഷൻ ആയിട്ട് വരുന്ന റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ആണെന്ത്, റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണെന്ത്, ഈ പറയപ്പെടുന്ന ക്യാരോ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അത് പ്രിസ്ക്രൈബ് ചെയ്ത് ഈ ഒരു ക്യാരോ റിപ്പോർട്ട് എന്താ പ്രിസ്ക്രൈബ് ഉണ്ടാക്കിയ ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. ആഫ്റ്റർ കൺസൾട്ടിംഗ് വിത്ത് ആരുമായിട്ട്, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെ. അപ്പൊ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA അല്ലെ, NFRA ഈ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് മീൻസ് MC ആണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ പറയപ്പെടുന്ന റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയത്. ആൻഡ് ദിസ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഇസ് അപ്ലിക്കബിൾ ടു ദ ഓഡിറ്റർ നോട്ട് ടു ദ മാനേജ്മെന്റ്. ദിസ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഇസ് അപ്ലിക്കബിൾ ടു ദ ഓഡിറ്റർ നോട്ട് ടു ദ മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് പഠിക്കാനുള്ളത് അപ്ലിക്കബിലിറ്റീസ് ഓഫ് ദിസ് ഓർഡർ അല്ലെ. അപ്ലിക്കബിലിറ്റി എന്തൊക്കെയാണ് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്യാരോ എന്ന് പറഞ്ഞ ഈ ഒരു എന്താ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാം അല്ലെ. അപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് ഓർഡർ, ഈ ക്യാരോ എല്ലാവർക്കും അപ്ലിക്കബിൾ ആണോ, ഒരിക്കലും അല്ല അല്ലെ. ചില കമ്പനികൾക്ക് എന്തല്ല അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇവിടെ പറയാണ് ദ ഓർഡർ അപ്ലൈ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി. ഇത് എല്ലാ കമ്പനിക്കും അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനിക്ക് അടക്കം എന്താണ് അപ്ലിക്കബിൾ ആണ്. ഹൗവർ ഇത് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഫോളോയിങ് ക്ലാസ് ഓഫ് കമ്പനി. ഈ താഴെ പറയുന്ന കമ്പനികൾക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല, ഈ ക്യാരോ അപ്ലിക്കബിൾ അല്ല. ഏതൊക്കെയാണ് കമ്പനി, ഫസ്റ്റ് വൺ ബാങ്കിങ് കമ്പനിക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല, ക്യാരോ അപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് വൺ ഇൻഷുറൻസ് കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ അല്ല. എ കമ്പനി ലൈസൻസ്ഡ് ടു ഓപ്പറേറ്റ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനി, സെക്ഷൻ 8 കമ്പനിക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല, ഈ പറഞ്ഞ ക്യാരോ അപ്ലിക്കബിൾ അല്ല. എ 1 person കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ അല്ല. അതുപോലെ എ സ്മാൾ കമ്പനിക്കും ക്യാരോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്ര നോക്കാം. ഫസ്റ്റ് വൺ ഒരു ബാങ്കിങ് കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് വൺ ഇൻഷുറൻസ് കമ്പനിക്കും ക്യാരോ അപ്ലിക്കബിൾ അല്ല. പിന്നെ സെക്ഷൻ 8 കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. 1 person കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. അതുപോലെ സ്മാൾ കമ്പനിക്കും അപ്ലിക്കബിൾ അല്ല. ഇനി
എക്സാമിന് അപ്ലിക്കബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 6th പോയിന്റ് മാത്രമേ അവർ ടെസ്റ്റ് ചെയ്യുള്ളൂ. ദിസ് 6th പോയിന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി പറയാൻ വേണ്ടി പോകണം, എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും ക്യാരോ അപ്ലിക്കബിൾ അല്ല ഈ താഴെ പറഞ്ഞ കണ്ടീഷൻസ്. ഈ താഴെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താ, ഈ താഴെ ഒരു 4 കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ ആവാതിരിക്കുള്ളൂ, അല്ലേ? ആ കമ്പനിക്ക് ക്യാരോ കറന്ന് എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ആ കമ്പനി അല്ലെ നോട്ട് ബീങ് എ സബ്സിഡറി ഒരു ഹോൾഡിംഗ് കമ്പനി ഓഫ് എ പബ്ലിക് കമ്പനി. ഈ പ്രൈവറ്റ് കമ്പനി എന്താവാൻ പാടില്ല? ഒരു സബ്സിഡറിയോ അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയോ ആവാൻ പാടില്ല. എന്തിന്റെ? ഒരു പബ്ലിക് കമ്പനിയുടെ. ഓക്കെ ആണോ? ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയോ ഒരു പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയോ ആവാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്യാരോ അപ്ലിക്കബിലിറ്റി അല്ലെ എക്സംഷൻ കിട്ടുള്ളൂ, അല്ലെ? ക്യാരോ അപ്ലിക്കബിൾ ആവാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ക്യാരോ അപ്ലിക്കബിൾ ആവും. ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആ പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഷാൾ നോട്ട് എക്സീഡ് 1 crore ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് അന്ന് ആ പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും എത്ര രൂപയിൽ കൂടാൻ പാടില്ല? ഷാൾ നോട്ട് എക്സീഡ് 1 crore, 1 കോടിയുടെ മുകളിൽ കൂടാൻ പാടില്ല. സോ 1 കോടിയുടെ മുകളിൽ കൂടാൻ പാടില്ല. അപ്പോൾ അപ് ടു 1 crore വരെ എന്താവാൻ പാടുള്ളൂ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആവാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് എന്നാണ് പറഞ്ഞത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 കോടിയുടെ മുകളിൽ കൂടാൻ പാടില്ല. 1 കോടിയുടെ മുകളിൽ കൂടിയോ ആ കമ്പനിക്ക് എന്ത് അപ്ലിക്കബിൾ ആയി? ക്യാരോ അപ്ലിക്കബിൾ ആയി. ഓക്കെ ആണോ? ഓക്കെ. ഇനി പറയുന്നുണ്ട്, total borrowings from the bank and financial institution shall not exceed ₹1 crore at any point of time during the financial year. Is very important. At any point of time is very important. എന്താ? ഒരു കമ്പനി, ഈ പ്രൈവറ്റ് കമ്പനിന്റെ ടോട്ടൽ ബോറോവിങ്സ് ലോൺ എടുത്തിട്ടുണ്ട്, കടം എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫ്രം ബാങ്ക് എന്നാവട്ടെ ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂട്ടിട്ടോ, എല്ലാം കൂടി ബാങ്കത്തെ ലോൺ എമൗണ്ടും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത ലോൺ എമൗണ്ടും എല്ലാം കൂടി കൂട്ടി നോക്കിയും ആ ലോൺ എമൗണ്ട്, ആ ബോറോവിങ്സ് എമൗണ്ട് ഷാൾ നോട്ട് എക്സീഡ് 1 crore, 1 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല. ഷാൾ നോട്ട് എക്സീഡ് 1 crore അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഏതെങ്കിലും ഒരു സമയത്ത്, അല്ലെ, എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ കമ്പനിയുടെ ബോറോവിങ്സ്, അത് ബാങ്ക് എന്നാവട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, എന്ത് ചെയ്യാൻ പാടില്ല? 1 crore അബോ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. ഓക്കെ. ഇനി പറയുന്നത്, ഇനി കമ്പനിയുടെ ടേൺ ഓവറോ ദ ടോട്ടൽ ടേൺ ഓവർ കാൽക്കുലേറ്റർ ആസ് പെർ ദ ഷെഡ്യൂൾ 3 പ്രകാരം കമ്പ്യൂട്ട് ചെയ്ത കമ്പനിയുടെ ടേൺ ഓവർ, അല്ലെങ്കിൽ പറയുന്നത് ഇൻക്ലൂഡിംഗ് ദ റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. അപ്പോൾ ആ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ, ആ ടേൺ ഓവറിൽ എന്തും കൂടി ഇൻക്ലൂഡ് ആകണം? റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയ റവന്യൂ അടക്കം എന്താകും പാടില്ല? ഷാൾ നോട്ട് എക്സീഡ് 10 crore ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ആസ് പെർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 10 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല. ആ കമ്പനിയുടെ ടേൺ ഓവർ ഇൻക്ലൂഡിംഗ് ടേൺ ഓവർ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഷാൾ നോട്ട് ബി എക്സീഡ് ടു 10 crore. ഓക്കെ. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് എന്തിൽ നിന്ന് എക്സംഷൻ കിട്ടുള്ളൂ? ക്യാരോക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ആ കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ ആവാതിരിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിച്ചോ ആ കമ്പനിക്ക് എന്ത് അപ്ലിക്കബിൾ ആയി? ക്യാരോ അപ്ലിക്കബിൾ ആയി. ഓക്കെ ആണോ? ഇനി നമ്മൾ കുറച്ച് പോയിന്റ് നോക്കണം. അതായത് ഞാൻ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് പറഞ്ഞില്ലേ. ഇനി ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവും, എന്തൊക്കെ ഇൻക്ലൂഡ് ആവില്ല? അത് നോക്കാം. നോക്കി ഇംഗ്ലീഷ് നോക്കിയേ. Paid up share capital means both the equity share capital as well as preference share. അല്ല paid അപ്പോൾ ക്വസ്റ്റ്യൻ അകത്ത് അവർ തരും paid up share capital അകത്ത് എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, അല്ല ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി വരും, പ്രിഫറൻസ് വരും. ഓക്കെ. ഇനി അതിനകത്ത് എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം? ഇത് എക്സ്ക്ലൂഡ് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് പെൻഡിങ് അലോട്ട്മെന്റ്, കോൾസ് ഇൻ എറിയർ, കോൾസ് ഇൻ അഡ്വാൻസ്. അല്ലെ, അപ്പോൾ കോൾസ് ഇൻ എറിയർസോ കോൾസ് ഇൻ അഡ്വാൻസോ അല്ലെങ്കിൽ ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല? 1 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പോകുന്നു. ശരിക്കും നോക്കട്ടോ. ഈ ഏരിയ അവർ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യേ, എക്സാമിൽ നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഓക്കെ. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അല്ല ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അല്ല ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 40 lakh rupees ഉണ്ട്. ആ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? ആ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? ഈ പറയപ്പെടുന്ന 60 lakh rupees ഉണ്ട്, അല്ലെ 60 lakh rupees ഉണ്ട്. ഇനി പറയുന്നത് കോൾസ് ഇൻ അരീസ്, അല്ലെ കമ്പനിക്ക് കോൾസ് ഇൻ അരീസ് എത്ര ഉണ്ട്? ഈ പറയപ്പെടുന്ന 11 ലക്ഷം ഉണ്ട് കോൾസ് ഇൻ അരീസ് ഉണ്ട്. ഇനി ഈ കമ്പനിക്ക് ഇതാണ് കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അല്ലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എത്ര എമൗണ്ട് വരും? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ത് വരും? ഞാൻ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 lakh നമ്മൾ ആഡ് ചെയ്യും,
പ്ലസ് നമ്മൾ എന്ത് വരും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ 60 lakh ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര വന്നു 110 ലക്ഷം വന്നില്ല. അപ്പം അല്ലേ 1.1 CR വന്നില്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് കുറക്കണം? ഈ പറയുന്ന കോൾസ് ഇൻ അരേസ് അല്ലേ, കോൾസ് ഇൻ അരേസോ അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്തിനുണ്ട് അത് കുറക്കണം പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 11 ലക്ഷം കുറച്ചു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 110 ലക്ഷം വന്നില്ലേ. അപ്പോൾ മൊത്തം 110 അല്ല, ഒറ്റ മിനിറ്റ്, 110 അല്ല, ഓക്കെ. ഈ കമ്പനിക്ക് 40 ലക്ഷം എന്തുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 60 lakh പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? മൊത്തം 100 lakh ഉണ്ട് അല്ലേ, 100 ലക്ഷം ഉണ്ട്, വിച്ച് മീൻസ് 1 CR ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് കുറക്കാൻ വേണ്ടി പോകണേ? കോൾസ് ഇൻ അരീസ് കുറക്കാൻ വേണ്ടി പോകണം. അങ്ങനെയെങ്കിൽ 11 ലക്ഷം അല്ലെ, നമുക്ക് 10 ലക്ഷം ആക്കാം. 10 ലക്ഷം അല്ലെ, ഞാൻ 10 ലക്ഷം കുറച്ചു. അങ്ങനെ ബാക്കി എത്ര വരുള്ളൂ? 90 lakhs അല്ലെ, 90 lakhs വരുള്ളൂ, 90 ലക്ഷം. അങ്ങനെയെങ്കിൽ ഈ കമ്പനിക്ക് ക്യാരോ അപ്ലിക്കബിൾ ആവോ? ക്യാരോ എക്സംഷൻ കിട്ടുമോ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ എന്താണ് 1 കോടി വരെ മാക്സിമം ആവാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ എന്ത് കിട്ടും? ക്യാരോ എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയെങ്കിൽ ഓക്കെ ആണ് അല്ലെ, അങ്ങനെയെങ്കിൽ എന്താവില്ല ക്യാരോ എക്സംഷൻ അല്ലെ, ക്യാരോ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാ പറഞ്ഞത്. അപ്പോൾ ഈ സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി സെക്കൻഡ് ഇനി റിസർവ് അല്ല, നമ്മൾ ഇനി റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് എന്തൊക്കെ വരും അല്ലെ? റിസർവ് ആൻഡ് സർപ്ലസ് ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണ്. It include all reserve, whether capital or revenue reserve, as disclosed in the Schedule 3 of Companies Act. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം വന്നിരിക്കുന്ന എല്ലാ റിസർവും നമ്മൾ കൺസിഡർ ചെയ്യും. ഏതൊക്കെ കൺസിഡർ ചെയ്യും? ക്യാപിറ്റൽ റിസർവ് ആവട്ടെ, റവന്യൂ റിസർവ്. ക്യാപിറ്റൽ റിസർവ് നമ്മൾ ഇൻക്ലൂഡ് ആക്കും, റവന്യൂ റിസർവ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ ആണോ? റിസർവ് ആൻഡ് സർപ്ലസ് നമ്മൾ 1 CR എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതൊക്കെ റിസർവ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും? എല്ലാ റിസർവും, ക്യാപിറ്റൽ ആവട്ടെ, റവന്യൂ ആവട്ടെ. ഓക്കെ. ഇനി പറഞ്ഞ് റീവാലുവേഷൻ റിസർവ് ഇഫ് എനി ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിറ്റർമിനിങ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് ക്യാരോ അല്ലെ. നമ്മൾ എന്തെടുക്കും? റീവാലുവേഷൻ റിസർവ് വരെ നമ്മൾ എടുക്കും. റീവാലുവേഷൻ എന്തെങ്കിലും റീവാലുവേഷൻ റിസർവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിറ്റർമിനിങ് ദ അപ്ലിക്കബിലിറ്റി. ക്യാരോയുടെ അപ്ലിക്കബിലിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും? റീവാലുവേഷൻ വരെ അതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. ഓക്കെ. നെക്സ്റ്റ് പറയാണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് എനി. ഇനി അതിനകത്ത് റിസർവിനകത്ത് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ട്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ദ ഫിഗർ ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ് ആസ് സെയിം ആസ് പെർ ദ ഷെഡ്യൂൾ 3 അല്ലെ. എന്താ പറഞ്ഞത്? ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്ന് കുറക്കണം? റെഡ്യൂസ്ഡ് ഫ്രം ദ ഫിഗർ ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ്. അത് റിസർവ് ആൻഡ് സർപ്ലസ് നിന്ന് കുറക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ. ഓക്കെ. അപ്പോൾ കമ്പനീൻ്റെ ഓക്കെ. അപ്പോൾ എന്താ ഫസ്റ്റ് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്. ഓക്കെ. ഓക്കെ. ആ കമ്പനീൻ്റെ റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെ, ആ കമ്പനീൻ്റെ റിസർവ് ആൻഡ് സർപ്ലസ് ടോട്ടൽ എത്ര ഉണ്ടറിയോ? റിസർവ് ആൻഡ് സർപ്ലസ് ഇസ് ഈക്വൽ ടു ഇവിടെ പറയുന്ന പോലെ എത്ര ഉണ്ട്? 1 CR ഉണ്ട്, 1 crore ഉണ്ട് വിചാരിക്കുക. ഓക്കെ. റിസർവ് ആൻഡ് സർപ്ലസ് അതിനകത്ത് എന്തുണ്ട്? 1 CR അല്ല, ഒരു നമുക്ക് 130 ലക്ഷം അല്ലേ, 130 ലക്ഷം ഉണ്ട് വിചാരിക്കുക, വിച്ച് മീൻസ് 1.3 CR. ഓക്കെ. ഇനി പറയാൻ വേണ്ടി പോകുന്നത് എന്തുണ്ട്? ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്. P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ട്. എത്ര ഉണ്ട്? ഒരു 10 ലക്ഷം വിചാരിക്കുക. ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ പ്രൊവിഷൻ എന്താ പറഞ്ഞത്? ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് എനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഫിഗർ ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെ. അതെന്ത് ചെയ്യും? റിസർവ് ആൻഡ് സർപ്ലസിന് കുറക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്താ റിസർവ് ആൻഡ് സർപ്ലസ് എന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര ബാലൻസ്? റിസർവ് ആൻഡ് സർപ്ലസ് ഈക്വൽ ടു 120 lakh ഉണ്ട്. ഓക്കെ ആണോ? റിസർവ് ആൻഡ് സർപ്ലസ് ബാലൻസ് വരുന്നത് 120 lakh ഉണ്ട്. ഓക്കെ. ഈ നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ if there is any excess debit balance of profit and loss account after adjustment to reserve and surplus, then such excess can be net off against the paid up share capital. അതായത് നമ്മൾ if there is any excess debit balance of profit and loss account, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ എക്സസ് ഉണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി ആ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് കുറച്ചിട്ടും ഇനി അതിനകത്ത് ഒരു എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്താ ചെയ്യേണ്ടത്? ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ടു റിസർവ് ആൻഡ് സർപ്ലസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഇനി എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെ, സച്ച് എക്സസ് ക്യാൻ ബി നെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ നമുക്ക് മാറ്റാം. ഓക്കെ. ഇവിടെ കമ്പനിക്ക് റിസർവ് ആൻഡ് സർപ്ലസ് എത്ര ഉണ്ട് അറിയോ? റിസർവ് ആൻഡ് സർപ്ലസ് 40 lakh rupees ഉണ്ട്. ഓക്കെ ആണോ? റിസർവ് ആൻഡ് സർപ്ലസ് 40 lakh rupees ഉണ്ട്. ഓക്കെ. ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L കൊണ്ട് എത്ര ഉണ്ട്? 60 lakh rupees ഉണ്ട് അല്ലെ. 60 lakh rupees ഉണ്ട് ഈ കമ്പനിക്ക്. ഓക്കെ. ഇത് റിസർവ് ആണ്. ഇനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര? ഈ കമ്പനിക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈ കമ്പനിക്ക് ഒരു 60 lakh ഉണ്ട് വിചാരിക്കുക. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനിക്ക് ഒരു 60 lakh ഉണ്ട് വിചാരിക്കുക. ഓക്കെ.
60 ലാഖ് എന്ന് വിചാരിക്കുക. ഇനി പറയാൻ വേണ്ടി പോണ് അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ വരിക അറിയോ? ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്യുക, ഈ കമ്പനിക്ക് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, അത് റിസർവ് ആൻഡ് സർപ്ലസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ 40 ലാഖിൽ നിന്ന് എന്ത് കുറക്കുക, ഈ 60 ലാഖ് കുറച്ചാൽ ബാക്കി എത്ര വരും അല്ലെ, -20 വരും അല്ലേ, 20 ലാഖ്. അപ്പോഴും എത്ര ബാലൻസ് ഉണ്ട്, അപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര ബാലൻസ് ഉണ്ട്, 20 ലാഖ് ബാലൻസ് ഉണ്ട്. ശരിയല്ലേ, 20 ലാഖ് ബാലൻസ് ഉണ്ട്. അതാ പറഞ്ഞത്, റിസർവ് ആൻഡ് സർപ്ലസുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷവും ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എവിടെ നെറ്റ് ഓഫ് ചെയ്യണം, ആ ബാലൻസ് എവിടുന്ന് കുറക്കണം എന്നാണ് പറഞ്ഞത്. കണ്ടോ, ആ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടുന്ന് കുറക്കണം, അത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുമായിട്ട് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. 20 ലാഖ് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് കുറക്കണം. എന്താ ചെയ്യുക, അപ്പോൾ ബാക്കി എത്ര വരുള്ളൂ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ സീക്വൽ ടു ബാക്കി 40 ലാഖ് വരുള്ളൂ. ഓക്കെ, ഈ 40 ലാഖ് നമ്മൾ എന്തിലെടുക്കാൻ പാടുള്ളൂ, ക്യാരിയുടെ അപ്ലിക്കബിലിറ്റി നോക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി പറയാണ് നെക്സ്റ്റ് വൺ, പ്രൊവിഷൻസ് ആർ എക്സ്ക്ലൂഡഡ് വെദർ ദേ ആർ മെയ്ഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓർ ഫോർ ഡിമിനിഷിംഗ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഓർ ഫോർ എനി നോൺ ലയബിലിറ്റി. അല്ലെ, എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കുറക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലയബിലിറ്റിക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ ആവട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. പ്രൊവിഷൻ ആർ പ്രൊവിഷൻ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചത് സിമ്പിളാണ്. റിസർവ് ആൻഡ് സർപ്ലസ് കേസിൽ പഠിച്ചത് ഫസ്റ്റ് വൺ പറയാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലേ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുക്കും, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് എടുക്കും. ഇനി റിസർവ് ആൻഡ് സർപ്ലസ് ആണെങ്കിൽ ഓൾ റിസർവ് എല്ലാ റിസർവും നമ്മൾ എന്ത് ചെയ്യും, എടുക്കും അല്ലെ. എല്ലാ റിസർവ് എടുക്കും. ആ റിസർവ് എന്താവട്ടെ, ക്യാപിറ്റൽ റിസർവ് ആവട്ടെ, റവന്യൂ റിസർവ് ആയിട്ട് എടുക്കും അല്ലെ. ഇനി പറയാൻ വേണ്ടി പോണി റീവാലുവേഷൻ റിസർവ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കൺസിഡർ ചെയ്യും അല്ലെ. റീവാലുവേഷൻ റിസർവ് വരെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യും. ഇനി പറയാണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണം, ഈ റിസർവ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. റിസർവ് കുറക്കണം. എന്നിട്ടും റിസർവ് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L കുറച്ചിട്ടും ആ P&L അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഈ പറയപ്പെടുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ റിസർവ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബോറോവിൻസ്. എന്താ ബോറോവിൻസ്? നമ്മൾ എന്താ പറഞ്ഞില്ലേ, ബോറോവിൻസ് ഫ്രം ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, എത്ര കൂടാൻ പാടില്ലെന്ന് പറഞ്ഞു, 1 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ഓൺലി ടു ബി കൺസിഡർഡ്. ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ആ ലോൺ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ലോൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ലോൺ അല്ലെ, വെദർ ടേം അല്ലെ, ഏത് ലോണോ ആവട്ടെ, ഒരു ബാങ്കിൽ നിന്ന് പോയിട്ട് ഏത് ലോണോ ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ, ലോണിന്റെ നേച്ചർ നോക്കണം. വെദർ ഇറ്റ് ഇസ് എ ടേം ലോൺ ആവാം, ഡിമാൻഡ് ലോൺ ആവാം, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആവാം, ക്യാഷ് ക്രെഡിറ്റ് ആവാം, ഓവർ ഡ്രാഫ്റ്റ് ആവാം, ബില്ല് പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ട് അല്ലെ, വെദർ ലോൺ വേർഡ് സെക്യൂർ ലോൺ ആവട്ടെ, അൺസെക്യൂർ ലോൺ ആവട്ടെ, ടേം ലോൺ ആവട്ടെ, ക്രെഡിറ്റ് ലോൺ ആവട്ടെ, ക്യാഷ് ക്രെഡിറ്റ് ആവട്ടെ, ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആവട്ടെ, ഏത് ലോണോ ആവാം, ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണാക്കി എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇനി പറയാണ് ദ ലിമിറ്റ് ഷാൽ ബി കമ്പ്യൂട്ടർ വിത്ത് റെഫറൻസ് ടു ദ അഗ്രിഗേറ്റ് ബോറോവിങ്സ് ഫ്രം all banks and financial institution cumulatively but not as per each bank or financial institution അല്ലെ. നമ്മൾ ലിമിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ട് നോക്കുക അല്ലെ, ഓരോ ബാങ്കിൽ നിന്നും എടുത്ത് ലിമിറ്റ് നോക്കൂല. നമ്മൾ ഒരു ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടോട്ടൽ എത്ര ലോൺ എടുത്തിട്ടുണ്ടോ അതിന്റെ ടോട്ടൽ ഫിഗർ നോക്കുക, അല്ലാതെ ഓരോരോ ബാങ്കിൽ നിന്ന് എത്ര ലോൺ എടുത്തിട്ടുണ്ടോ നമ്മൾ നോക്കൂല അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം, മറ്റു ബാങ്കിൽ 20 ലക്ഷം, അങ്ങനെ ഓരോരോ ബാങ്ക് നോക്കൂല. ടോട്ടൽ ആ കമ്പനി ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയാണ് ലോൺ എടുത്തുള്ളത്, ആ ലോൺ എമൗണ്ട് എത്രന്റെ മുകളിൽ പോകാൻ പാടില്ല, 1 കോടിന്റെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്താ ഈ ക്യാരോ അപ്ലിക്കബിലിറ്റി നോക്കാം അല്ലെ, ടോട്ടലാണ് നോക്കുക, അല്ല എന്തല്ല ഈച്ചല്ല നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ബോറോയിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി പറയാണ് ബോറോയിങ്സ് എങ്ങനെയാണ്. ദ ലിമിറ്റ് ഷാൽ ബി കൺസിഡർഡ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഏതെങ്കിലും ഒരു സമയത്താ അല്ലെ, ആ ലോൺ എമൗണ്ട് ഏതെങ്കിലും ഒരു സമയത്ത്, ആ ഫിനാൻഷ്യൽ ഇയർ ഏതെങ്കിലും ഒരു എനി പോയിന്റ് ഓഫ് ടൈം ആണ് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൺ എനി ഡേ ഡ്യൂറിംഗ് ദി ഇയർ ബട്ട് നീഡ് നോട്ട് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ തന്നെ ആവണമെന്നില്ല. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ലോൺ എടുത്താണെങ്കിൽ ആ ലോൺ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? അല്ലാതെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് തന്നെ ആവണമെന്നുണ്ടോ? ഒരിക്കലും ആവണമെന്നില്ല. ഓക്കെ ആണോ? ഇനി പറഞ്ഞ് where the company has taken any overdraft facility against fixed deposit, the gross amount outstanding in the overdraft facility
shall be considered for the purpose of CARO. എന്താ whether the company has taken any overdraft facility against fixed deposit. ആ കമ്പനി എന്തെങ്കിലും ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് against എന്തിന് against ആയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് against ആയിട്ട് എന്തെടുത്തിട്ടുണ്ട് ഓടി എടുത്തിട്ടുണ്ടെങ്കിൽ the gross amount outstanding in overdraft അല്ലെ ആ ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രോസ് എമൗണ്ട് ഉണ്ടോ ബ്രാക്കറ്റ് കൊടുത്തൊക്കെ വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ഫിക്സ്ഡ് അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ ആ ഗ്രോസ് എമൗണ്ട് ഓഫ് എന്താ ഓവർഡ്രാഫ്റ്റ് എമൗണ്ട് ഉണ്ടല്ലോ എത്രയാണ് ഞാൻ എൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വെച്ച് കൊണ്ട് എത്ര ഞാൻ ഓവർഡ്രാഫ്റ്റ് എടുത്തോ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓവർഡ്രാഫ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ എന്ത് ചെയ്യും ബോറോയിങ്സ് ആയിട്ട് പരിഗണിക്കും എന്തിനു വേണ്ടിയിട്ട് ഷാൽ ബി കൺസിഡേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരോ അതും കൂടി ഞാൻ എന്ത് ചെയ്യും ബോറോയിങ്സ് ആയിട്ട് പരിഗണിക്കും എന്തിനു വേണ്ടിയിട്ട് ക്യാരോക്ക് വേണ്ടിയിട്ട് അപ്പോൾ ക്യാരോക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പരിഗണിക്കും ലോൺസ് ബോറോയിങ്സ് ഫ്രം ബാങ്ക് ബോറോയിങ്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇഫ് ദർ ഇസ് എനി ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഓക്കെ ആണോ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ റെസ്പെക്ട് ഓഫ് the credit card also would be also considered അല്ലേ ഇനി ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാൻ എന്തൊക്കെ ലോൺ എടുത്തിട്ടുണ്ടോ അതും ഞാൻ എന്ത് ചെയ്യും ഇതിനകത്ത് പരിഗണിക്കും ഓക്കെ ആണോ അപ്പോൾ എന്തൊക്കെയാണ് ബോറോയിങ്സ് മീൻസ് വാട്ട് ബോറോയിങ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോറോയിങ്സ് ഫ്രം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഈ നാലിൽ ഞാൻ എന്ത് ചെയ്യും ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാരോന്റെ അപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാലിൽ ഞാൻ എന്ത് ചെയ്യും കൺസിഡർ ചെയ്യും ബൈ ദ അഗ്രിഗേറ്റ് ഓഫ് ദിസ് 4 എലമെന്റ് ഈ 4 എലമെന്റും അഗ്രിഗേറ്റ് ഷാൽ നോട്ട് ബി എക്സീഡ് 1 CR then the CARO will be exempted അല്ലെ അഗ്രിഗേറ്റ് എമൗണ്ട് 1 കോടിയുടെ മുകളിൽ പോയിട്ടില്ലെങ്കിൽ CARO എക്സംഷൻ കിട്ടും 1 കോടിയുടെ മുകളിൽ പോയാലോ CARO അപ്ലിക്കബിൾ ആവും ഓക്കെ ആണോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞെന്താ അറിയോ ടേൺ ഓവർ ആ കമ്പനിയുടെ ടേൺ ഓവർ എങ്ങനെയാവണം ടേൺ ഓവർ എങ്ങനെയാവണം നോക്കി അപ്പോൾ ടേൺ ഓവർ നമ്മൾ പറഞ്ഞു ടേൺ ഓവർ ഇൻക്ലൂഡിംഗ് അല്ലെ റവന്യൂ മീൻസ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് സെയിൽസ് എഫക്റ്റഡ് ബൈ ദ കമ്പനി ഇൻക്ലൂഡിംഗ് ദ റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ അപ്പോൾ കമ്പനിയുടെ റവന്യൂ നോക്കുമ്പോൾ ആ സെയിൽസിൽ എന്തും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ ഇറ്റ് ഇൻക്ലൂഡ് സെയിൽ ഓഫ് ഗുഡ്സ് സർവീസ് ആൻഡ് എനി അതർ റിപ്പോർട്ടിംഗ് റവന്യൂ ഏൺഡ് ബൈ ദ കമ്പനി ആ കമ്പനി ആ വർഷം ഏൺ ചെയ്ത റവന്യൂ സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ആവട്ടെ സെയിൽ ഓഫ് സർവീസ് വിത്ത് റവന്യൂ ആവട്ടെ ഇനി അതർ ഓപ്പറേറ്റിംഗ് റവന്യൂ വിത്ത് റവന്യൂ ആവട്ടെ വാട്ട് എവർ ഈ റവന്യൂ അതിനകത്ത് ആഡ് ചെയ്യും ഓക്കെ ആണോ ആൻഡ് GST ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടേൺ ഓവർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നോക്കിട്ടോ GST എന്ത് ചെയ്യും അതിനകത്ത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും എന്താ അങ്ങനെ പറയാൻ കാരണം ഒരു കമ്പനിയുടെ ടേൺ ഓവർ എത്തുണ്ട് ഒരു കമ്പനിയുടെ ടേൺ ഓവർ സിഗിൾട്ട് 11 കോടി ഉണ്ട് അല്ലേ ഇനി പറയുന്നത് GST സിഗിൾട്ട് 2 കോടി ഉണ്ട് അങ്ങനെയെങ്കിൽ GST ഇതിനകത്ത് കുറച്ച് ബാക്കി എത്രയാണ് 9 CR ഉള്ളൂ അപ്പോൾ ക്യാരി ഇസ് നോട്ട് അപ്ലിക്കബിൾ അതാ പറഞ്ഞത് GST ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടേൺ ഓവർ ഓക്കെ ആൻഡ് ഇറ്റ് എക്സ്ക്ലൂഡ് സെയിൽസ് റിട്ടേൺ ട്രേഡ് ഡിസ്കൗണ്ട് ഇഫ് എനി എന്തെങ്കിലും സെയിൽസ് റിട്ടേണോ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നമ്മൾ അതിനകത്ത് കുറക്കണം ഫോർ എക്സാമ്പിൾ ആ കമ്പനിയുടെ ടേൺ ഓവർ സീക്വൽ ടു ഒരു 15 കോടി അല്ല GST ഒരു 2 CR ഉണ്ട് അല്ലേ സെയിൽസ് റിട്ടേൺ ഒരു 4 CR ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരുള്ളൂ അല്ലെ 15 2 കുറച്ച് ബാക്കി എത്ര 13 4 ബാക്കി എത്ര 9 CR എന്ത് വരുള്ളൂ അതാ പറഞ്ഞത് GST കുറക്കണം സെയിൽസ് റിട്ടേണോ ട്രേഡ് ഡിസ്കൗണ്ടിങ് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ടേൺ ഓവർ ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ ആ ടേൺ ഓവർ എമൗണ്ട് 10 കോടിയുടെ മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ ക്യാരോ എന്ത് അപ്ലിക്കബിലിറ്റി വരുള്ളൂ ഓക്കെ ആണോ ഇനി വേറെ എന്തൊരു സാധനം ഞാൻ പറഞ്ഞുതരാം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തരികയാണ് GST കളക്റ്റഡ് ആൻഡ് അക്കൗണ്ടഡ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞ സെൻറ്റൻസ് അവർ ക്വസ്റ്റ്യനകത്ത് തരികയാണെങ്കിൽ എന്താ ചെയ്യുക ഫോർ എക്സാമ്പിൾ ടേൺ ഓവർ സിഗിൾ ടു ഒരു 11 കോടി ഉണ്ട് 11 CR ഓക്കെ ഇനി GST കളക്റ്റഡ് ആൻഡ് അക്കൗണ്ട് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 2 CR എന്ന് ക്വസ്റ്റിനകത്ത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഇത് ഈ 2 CR ഇതിനകത്ത് കുറച്ചിട്ട് ബാക്കി 9 CR മാത്രമാണ് കൺസിഡർ ചെയ്യുക ഇത് തെറ്റാണ് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ 2 CR അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വിച്ച് മീൻസ് വാട്ട് ഈ 2 CR ഇസ് ഓൾറെഡി ഡിഡക്റ്റഡ് ഓക്കെ ആണോ അവിടെ പറഞ്ഞ GST കളക്റ്റഡ് ആൻഡ് അക്കൗണ്ട് സെപ്പറേറ്റ് ആക്കി അക്കൗണ്ട് ചെയ്ത് വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതിനകത്ത് എന്ത് ചെയ്യേണ്ട കുറക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും എന്ത് ചെയ്യേണ്ട നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ GST ഈ പറയപ്പെടുന്ന എമൗണ്ട് എന്തിനും ഇൻക്ലൂഡ് അല്ല നോക്കി ഈ പറയപ്പെടുന്ന 2 CR എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഏതിൽ ഇൻക്ലൂഡ് അല്ല ഈ റവന്യൂ ഭാഗത്ത് ഇൻക്ലൂഡ് അല്ല ഓക്കെ ആണോ ഈ റവന്യൂ ഭാഗത്ത് ഈ 2 CR ഇല്ലാതെ CR നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ട ഈ 2 CR ഇതിനകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ടേൺ ഓവർ സീക്വൽ ടു 11 CR തന്നെയാണ് ഓക്കെ ആണോ അപ്പോൾ എന്ത് ചെയ്യും ക്യാരോ അപ്ലിക്കബിൾ ആവും ഓക്കെ അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്യുക ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനകത്ത് അവർ എന്ത് ചെയ്യും ഈ ഒരു സെൻറ്റൻസ് അവർ ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ കുറേ കാര്യം പറഞ്ഞു അല്ലേ ഓക്കെ ഇനി പറയാൻ വേണ്ടി പോകണം ശരിക്കും നോക്കട്ടോ നെക്സ്റ്റ് additional point ആണ് in case of holding on a subsidiary company the limit for applicability of CARO should be computed on the basis of standalone financial statement of holding on a subsidiary company separately but not on the basis of consolidated financial statement അതൊരു CARO applicability നമ്മൾ നോക്കുക standalone financial statement ബേസിലാണ് അല്ലെ എന്തിന്റെ ബേസിലല്ല consolidated financial statement ബേസിലാണോ ഒരിക്കലും അല്ല ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി
ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് എന്തുണ്ട്, സ്റ്റാൻഡ് ലോൺ എഫ് ഉണ്ടാവും, ആ കമ്പനിക്ക് എന്തുണ്ടാവും, കൺസോളിഡേറ്റഡ് എഫ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ കാരോ അപ്ലിക്കബിൾ ആവുക എന്തിന്റെ ബേസിലാണ്, ഈ സ്റ്റാൻഡ് ലോണിന്റെ ബേസിൽ, എന്തിന്റെ ബേസിലല്ല, കൺസോളിഡേറ്റഡ് ബേസിലാണോ, ഒരിക്കലും അല്ല. ഓക്കെ, ദ ലിമിറ്റ് അപ്ലിക്കബിൾ ഫോർ കാരോ should be termed or computed on the basis of standalone financial statement but not a consolidated financial statement. Okay, the CARO 2020 reporting shall not apply to the auditor's report on consolidated financial statement. CARO എന്തിൽ applicable ആവില്ല, consolidated financial statement മുകളിൽ applicable ആവില്ല except the clause number 21. എക്സെപ്റ്റ് ദ ക്ലോസ് നമ്പർ 21. അപ്പോൾ അപ്ലിക്കബിൾ ആവും ഏത് ക്ലോസ് മാത്രം, ക്ലോസ് നമ്പർ 21 ക്ലോസ് 21 21ാമത്തെ ക്ലോസ് നമ്മൾ പഠിക്കും. ആ 21ാമത്തെ ക്ലോസ് മാത്രം എന്തിന്റെ മുകളിൽ അപ്ലിക്കബിൾ ആവുള്ളൂ, കാരോയുടെ മുകളിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. ഇൻ കേസ് ഓഫ് കമ്പനി ഹാവിംഗ് ബ്രാഞ്ച് അല്ലെ, എന്തൊരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലോ, ദ ലിമിറ്റ് ഫോർ പർപ്പസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഓഫ് കാരോ ഷാൽ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദ എൻറ്റയർ കമ്പനി വ്യൂ ഇൻക്ലൂഡിംഗ് ദ എമൗണ്ട് ഫ്രം ദ ഓൾ ബ്രാഞ്ചസ് ബട്ട് നോട്ട് ഈച്ച് ബ്രാഞ്ച് വൈസ്. അത് കമ്പനിൻ്റെ ലിമിറ്റ് നോക്കുന്ന സമയത്ത് അല്ലെ, എന്താ കാരോ കാണാൻ വേണ്ടി മാത്രം കമ്പനിൻ്റെ ലിമിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, എൻറ്റയർ ആ കമ്പനിൻ്റെ എല്ലാ ബ്രാഞ്ചിൻ്റെയും എമൗണ്ടാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക, അല്ലാതെ ഓരോ ബ്രാഞ്ച് വൈസ് അല്ല പരിഗണിക്കുക. ഒന്നാമത്തെ പോയിന്റ്. ഇനി വൺസ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ കമ്പനി ആസ് എ ഹോൾ, ഒരിക്കൽ കമ്പനിക്ക് ഒരു കാരോ അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ദെൻ ഈച്ച് ആൻഡ് എവറി ബ്രാഞ്ച് ഓഫ് ദ കമ്പനി വിൽ ബി കവേർഡ് അണ്ടർ ദ കാരോ. അങ്ങനെയെങ്കിൽ ഒരു കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചിനും അല്ല അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, എല്ലാ പീരീഡിലും എന്ത് അപ്ലിക്കബിൾ ആവും, കാരോ അപ്ലിക്കബിൾ ആവും. അതാ പറഞ്ഞത്, ദെൻ ഈച്ച് ആൻഡ് എവറി ബ്രാഞ്ച് ഓഫ് കമ്പനി വിൽ ബി കവേർഡ് അണ്ടർ ദ കാരോ. വൺസ് അപ്ലിക്കബിൾ ടു കമ്പനി, ഒരു കമ്പനിക്ക് മൊത്തമായിട്ട് കാരോ അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചിലും എന്ത് അപ്ലിക്കബിൾ ആയി, കാരോ അപ്ലിക്കബിൾ ആയി. Therefore, all branch auditors of the company are also required to report on these 21 matters in their branch audit report of the concerned branch. അങ്ങനെ ബ്രാഞ്ചിനും ഈ കാരോ അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ആ ഓരോ ബ്രാഞ്ചിന്റെയും ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, അവിടേക്ക് ആ ഓരോ ബ്രാഞ്ചിന്റെയും ഓഡിറ്റേഴ്സിന് എന്ത് അപ്ലിക്കബിൾ വന്നു, കാരോ റിപ്പോർട്ടിംഗ് അപ്ലിക്കബിൾ വന്നു. സോ ആ ഓരോ ബ്രാഞ്ചിന്റെയും ഓഡിറ്റേഴ്സ് പിന്നെ അവിടെ മുതൽ എന്ത് ചെയ്യണം, കാരോ റിപ്പോർട്ടിംഗ് ചെയ്യണം. വൺസ് എ കാരോ ഇസ് അപ്ലിക്കബിൾ ടു ദ ഹോൾ കമ്പനി then each of this branch അല്ലെ, അതിനകത്തുള്ള ഓരോ ബ്രാഞ്ചിനും കാരോ എന്ത് ചെയ്യും, അപ്ലിക്കബിൾ ആയി. ആ ഓരോ ബ്രാഞ്ചിന്റെയും ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും, കാരോ അപ്ലിക്കബിൾ ആയി. ആ ഓരോ ബ്രാഞ്ചിന്റെയും ഓഡിറ്റേഴ്സ് കാരോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാരോ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കാരോന്റെ റിപ്പോർട്ട് റിക്വയർമെന്റ് ആണ്. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമുക്കൊരു കൺഫ്യൂസിങ് ആവുന്നൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കണേ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഗിൽ പ്രൈവറ്റ് നോക്കണോ. ഗിൽ പ്രൈവറ്റ് ലിമിറ്റഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപ്. ഗിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരിക. ഓക്കെ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആർ ലെസ് ദാൻ 100 lakh. അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും 100 ലക്ഷത്തിന് താഴെയാണ്. വിച്ച് മീൻസ് 100 ലക്ഷം മീൻസ് അവർ കോടിക്ക് പകരം എന്ത് തരും, ലക്ഷങ്ങളായി തരും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആയി വരുന്നത്. 100 ലക്ഷം മീൻസ് എന്താണ്, 1 CR. അപ്പോൾ 1 CR താഴെയാണ് എന്ത് അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും സർപ്ലസും. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് നോ ബോറോയിങ്സ് ഫ്രം എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ കമ്പനിക്ക് എന്തില്ല, ബോറോയിങ്സും ഇല്ല, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് സെയിൽസ് ആർ 12 crore before deducting trade discount of rupees 20 lakh and sales return of rupees 190 lakh. ആ കമ്പനി ടേൺ ഓവർ എത്ര ഉണ്ട്, ആ കമ്പനിയുടെ സെയിൽസ് എത്ര ഉണ്ട്, 12 കോടി ഉണ്ട് അല്ലേ. അപ്പോൾ സെയിൽസ് ഇസ് ഈക്വൽ ടു 12 കോടി ബിഫോർ ഡിഡക്റ്റിംഗ് അല്ലെ. എന്ത് കുറക്കുന്നതിന് മുമ്പാണ്, ട്രേഡ് ഡിസ്കൗണ്ടും സെയിൽസ് റിട്ടേണും കുറക്കുന്നതിന് മുമ്പാണ്. 12 കോടി ഉണ്ട് അല്ലേ. അപ്പോൾ സെയിൽസ് റിട്ടേണും അതേപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ടും കുറച്ചതിന് ശേഷമുള്ള ഫിഗർ മാത്രം നമ്മൾ ടേൺ ഓവർ ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എത്ര ഉണ്ട്, 20 lakh അതിനകത്ത് കുറക്കാം. സെയിൽസ് റിട്ടേൺ എത്ര ഉണ്ട്, ഇത് 190 ആണോ, 190 lakh ഉണ്ട്. ഓക്കെ, ദ സർവീസ് റെൻറ്റഡ് ബൈ ദ കമ്പനി എമൗണ്ട് ടു rupees 20 lakh. ദ സർവീസസ് റെൻറ്റഡ് ബൈ ദ കമ്പനി എമൗണ്ട്സ് rupees 20 lakh. ആ കമ്പനി സർവീസും കൊടുത്തിട്ടുണ്ട്, ആ സർവീസ് ആണെങ്കിൽ 20 lakh. അങ്ങനെയെങ്കിൽ കമന്റ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോ. അങ്ങനെയെങ്കിൽ ആ കമ്പനിയുടെ ടേൺ ഓവർ, കമ്പനിയുടെ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ സെയിൽസിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം, സെയിൽസ് ഇൻക്ലൂഡ് ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡ് ആവണം, സെയിൽസ് ഓഫ് സർവീസ് ഇൻക്ലൂഡ് ആവണം. ഓക്കെ ആണോ? നമുക്ക് അതിനകത്ത് എന്തൊക്കെ കുറക്കാൻ പറ്റും, GST കുറക്കാൻ പറ്റും, അതേപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കാൻ പറ്റും, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കുറക്കണം, അതേപോലെ സെയിൽസ് റിട്ടേൺ നമ്മൾ കുറക്കണം, അതേപോലെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സർവീസ് അതിനകത്തോട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇനി വായിച്ചു നോക്കിയേ.
ക്യാരോ വിൽ ബി എക്സംപ്റ്റഡ് ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അല്ല നോട്ട് ബി ഇനി ആ കണ്ടീഷൻ ഫുള്ള് ചെയ്ത് എന്താ കണ്ടീഷൻ? നോട്ട് ബീങ് എ സബ്സിഡിയറി or holding company of public company. Total paid up share capital reserve and surplus shall not be exceed 1 CR as on balance sheet date. Total borrowings from the bank or financial institution shall not be exceed 1 CR at any point of time during the financial year. Turnover calculated as per schedule 3, including revenue from discontinuing operations, shall not exceed 10 CR during the financial year as per financial statement. ആ കണ്ടീഷൻ മൊത്തം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ ദ ഗിവൺ കേസ് ടോട്ടൽ റവന്യൂ എത്ര? 12 കോടി. ആ 12 കോടി നമ്മൾ എന്ത് കുറക്കാൻ വേണ്ടി പോവാണ്? 20 lakh ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കുറക്കാൻ വേണ്ടി പോവാണ്. അല്ലെ, പിന്നെ നമ്മൾ എന്ത് കൊടുക്കും? 1.9 CR അല്ലെ, 190 ലക്ഷം മീൻസ് വാട്ട്? 190 ലക്ഷം മീൻസ് 1.9 കോടി. അതൊന്നും അല്ലെ സെയിൽസ് റിട്ടേൺ നമ്മൾ കുറക്കാൻ വേണ്ടി പോവാണ്. പ്ലസ് 0.2 എന്തുണ്ട് നമുക്ക്? 0.2 സീക്വൽ ടു സെയിൽ ഓഫ് സർവീസ്, അത് നമ്മൾ ആഡ് ചെയ്യണം. ടോട്ടൽ എത്ര? 10.1 CR. ഹെൻസ് ക്യാരോ വിൽ ബി അപ്ലിക്കബിൾ ഫോർ ഗിൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? 10.1 കോടി. സോ ക്യാരോ അപ്ലിക്കബിൾ. ഓക്കെ ആണോ? ഞാനത് പറയാൻ കാരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, ആ കമ്പനി ടേൺ ഓവർ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, ആ കമ്പനിക്ക് എത്ര ഉണ്ട്? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്തിട്ടുണ്ട്? ടേൺ ഓവർ സീക്വൽ ടു, ആ കമ്പനിക്ക് ടേൺ ഓവർ എത്ര കൊടുത്തിട്ടുണ്ടാ? ടേൺ ഓവർ സീക്വൽ ടു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? അല്ല, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 CR താഴെയാണ്. ഓക്കെ, എന്ത് 1 CR താഴെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോണ്. ഫസ്റ്റ് ടേൺ ഓവർ അല്ല, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ is equal to ലെസ് ദാൻ 1 CR. 1 CR. ഓക്കെ, ഇനി റിസർവ് ആൻഡ് സർപ്ലസ് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ആ കമ്പനിക്ക് അത് റിസർവ് ആൻഡ് സർപ്ലസ് എത്രേ? ഓക്കെ, നോ ബോറോവിൻസ് അല്ല, ആ കമ്പനിക്ക് എന്തില്ല? റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ, സോറി, റിസർവ് ആൻഡ് സർപ്ലസ് അല്ല, കമ്പനിക്ക് ബോറോവിൻസ് അല്ലേ? ബോറോവിൻസ്. ആ കമ്പനിക്ക് ബോറോവിൻസ് ഉണ്ടോ? ആ കമ്പനിക്ക് എന്തില്ല? നോ ബോറോവിൻസ്. ആ കമ്പനിക്ക് ബോറോവിൻസ് ഇല്ല. ഓക്കെ, കമ്പനിക്ക് ബോറോവിൻസ് ഇല്ല. ഇനി പറയുന്നു ആ കമ്പനിക്ക് എന്തുണ്ട്? ടേൺ ഓവർ ഉണ്ട്. എത്ര? 12 കോടി എന്തുണ്ട്? ടേൺ ഓവർ ഉണ്ട്, സെയിൽസ് ഉണ്ട്. ആ കമ്പനിക്ക് സെയിൽസ് ഈക്വൽ ടു 12 കോടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിൽസിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവും? സെയിൽസ് ഇൻക്ലൂഡിങ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡ് ആവും, സെയിൽസ് ഓഫ് സർവീസ് ഇൻക്ലൂഡ് ആവും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സെയിൽസ് ഓഫ് സർവീസ് അല്ലേ? സർവീസ് ഇതിനകത്തോട് ആഡ് ചെയ്യണം. കണ്ടോ? ഒരു ഇതിനെ ക്വസ്റ്റിന് കറക്റ്റ് പറയുന്നുണ്ട്. കണ്ടോ? ദ സർവീസ് റെൻറ്റഡ് ബൈ ദ കമ്പനി എമൗണ്ട് ടു റുപ്പീസ് 20 lakh. അപ്പോൾ സർവീസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? 20 lakh ഇതിനകത്ത് 20 lakh ആണ്. 20 lakh നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇനി മൈനസ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ കുറക്കാൻ പറ്റും? നോക്കി, ഇതിനകത്ത് എന്തൊക്കെ കുറക്കാൻ പറ്റും? ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. എത്ര? 20 lakh. സെയിൽസ് റിട്ടേൺ 190 lakh. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ട്രേഡ് ഡിസ്കൗണ്ട് എത്ര കുറക്കുക? 20 lakh ഇതിനകത്ത് കുറക്കണം. 20 lakh ഇതിനകത്ത് കുറക്കണം. പിന്നെ മൈനസ് സെയിൽസ് റിട്ടേൺ ഈക്വൽ ടു എത്ര? 190 lakh, which means 1.9 CR അങ്ങനെയും കൊടുക്കുക. അതിന് കുറക്കണം അല്ലേ? 12 കോടിയിൽ നിന്ന് 20 lakh ആഡ് ചെയ്യുക. എത്ര കൊടുക്കുക? 20 lakh ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കുക. പിന്നെ സെയിൽസ് റിട്ടേൺ 190 lakh കുറക്കുക, അതായത് 1.9 CR കുറക്കുക. അപ്പോൾ ബാലൻസ് നമുക്ക് എത്ര കിട്ടും? ബാലൻസ് എത്ര കിട്ടും? അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ബാലൻസ് നമുക്ക് എത്ര കിട്ടും? ബാലൻസ് ഈക്വൽ ടു 10.1 CR അല്ലെ? ബാലൻസ് ഈക്വൽ ടു 10.1 CR. അങ്ങനെയെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് നമ്മൾ എത്ര പറഞ്ഞത്? ഒരു കമ്പനിൻ്റെ ടേൺ ഓവർ ഇൻക്ലൂഡിങ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഷാൽ നോട്ട് ബി എക്സീഡ് എത്ര പറഞ്ഞത്? 10 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് 10 കോടി മുകളിൽ പോയോ? 10 കോടി അല്ലേ? 10 കോടി മുകളിൽ പോയി. എസ്സറണോ? ഓക്കെ, അവിടെ 10 കോടി മുകളിൽ പോയി. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്യാരോക്കകത്ത് എക്സംഷൻ കിട്ടുള്ളൂ. ഇവിടെ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല അല്ലേ? ഇത് ഓക്കെയാണ്, ഇതും ബോറോവിൻസ് ഇല്ല, അതും ഓക്കെയാണ്. ബട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. അപ്പം എന്തുണ്ട്? ഈ കമ്പനി വിൽ ബി അപ്ലിക്കബിൾ ടു ക്യാരോ. ഈ കമ്പനി എന്തുണ്ട്? ക്യാരോക്ക് അപ്ലിക്കബിൾ ആണ്. കണ്ടോ? ഹെൻസ് ദ കമ്പനി ഈസ് അപ്ലിക്കബിൾ ടു ക്യാരോ. കണ്ടോ? Hence the Caro will be applicable to the G private limited. ഈ കമ്പനിക്ക് എന്ത് അപ്ലിക്കബിൾ ആണ്? ക്യാരോ അപ്ലിക്കബിൾ ആണ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.